നമ്മളെ ഈ വീട്ടിൽ പട്ടിനെയും പൂച്ചനെയും ഒക്കെ വളർത്തുന്ന പോലെയാണ് മനുഷ്യന്മാരിന്ന് മക്കളെ വളർത്തുന്നത്. ഈവൻ കുട്ടികൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ പോലും ആ ആവശ്യം പ്രോപ്പറായിട്ട് നടത്തി കൊടുക്കുന്നതിന് പകരം എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് വെച്ചിട്ട്, ഞാൻ നിൻ്റെ മാതാവാണ്, ഞാൻ നിൻ്റെ പിതാവാണ്, ഒന്നും വേണ്ട, ഞാനാണിത് നിനക്ക് നടത്തി തരുന്നതെന്നുള്ള ഭാഗത്താണ് നമ്മൾ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഞാൻ എൻ്റെ കുട്ടി നന്നായിട്ട് വളരാനും നന്നായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, ഞാൻ നന്നായിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ നന്നായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ കുട്ടികൾക്കും എൻ്റെ കൂടെയുള്ളവർക്കും നന്നായിട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നത് നന്നായിട്ടല്ല എന്നുള്ളതാണ് ആദ്യം ഒരു വ്യക്തി തിരിച്ചറിയേണ്ടത്. കാരണം ഞാൻ നന്നായിട്ടിരിക്കാത്തത് കൊണ്ടാണല്ലോ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നിയന്ത്രിക്കണത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ വെച്ചിട്ട് നമ്മൾ കാണുന്ന ഒരു സ്വപ്നം, ഒരു ഭാവി, അങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയും നന്നാക്കി ഭാവിയിലേക്കുള്ള വാഗ്ദാനമാക്കി മാറ്റുമ്പം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ ഏറ്റവും കച്ചറയാവും. നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് മുഴുവൻ ദുരന്തം. ആരും നമ്മളെ കൂടെ ഇരിക്കാൻ തയ്യാറാവില്ല, മനസ്സിലായ? പിന്നെ വേറൊരു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് അവർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. എങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ കൂടെ ജീവിക്കണത്, അല്ല അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അവർ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. അവർക്ക് ഇനി ആരവരെ ഉപദ്രവിച്ചാൽ പോലും പ്രശ്നമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് മാറി നിൽക്കാൻ അത്രയും താല്പര്യം. അപ്പോൾ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ഈ തെണ്ടികൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്. അല്ലാതെ പോയി കഴിഞ്ഞിട്ട് ആ കുട്ടി മദ്യക്കാരെ കൂടെ കൂടിയിട്ടാണ്, മയക്കുമരുന്നുകാരെ കൂടെ കൂടിയിട്ടാണെന്ന് പിന്നെയും കംപ്ലൈൻറ്റ് ചെയ്ത് നിങ്ങളുടെ വേദന നിങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വീട് മുഴുവൻ ദുരന്തമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് യാതൊരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റോ തീരുമാനമോ ഇല്ലാതെ ചെയ്യാൻ പറ്റണത് ചെയ്യുക. പറ്റണില്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റണില്ല എന്നുള്ള ഭാഗവും പരിശോധിക്കുക. എന്നിട്ട് പറ്റാത്തതാണെങ്കിൽ ചെയ്യാൻ പറ്റൂലല്ലോ, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പം അവനവൻ്റെ ആ ഒരു വീക്ക്നെസ്സും കപ്പാസിറ്റിയും തിരിച്ചറിഞ്ഞ് സത്യസന്ധമായിട്ട് കുട്ടികളോട് സഹകരിക്കുക. കാരണം എനിക്കും നിങ്ങൾക്കും എല്ലാം സംഭവിച്ചത് ഇങ്ങനെ ഒരുപാട് വേദനയുള്ള മാതാപിതാക്കളുടെ നിരന്തരം ദുരുപയോഗത്തിൽ, സമൂഹത്തിൻ്റെ ദുരുപയോഗത്തിൽ. പക്ഷെ ഇന്ന് നമ്മൾ ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാണ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക് ചെയ്യാണ്. കാരണം ഭാവിയിലേക്കല്ല ഇപ്പം ഇരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുത്ത് കുട്ടികൾ